സ്വാഗതം. 2026 ആദ്യത്തെ അമാവാസിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതെ, ആ ദിവസത്തിന്റെ ഒരു പ്രത്യേക ഊർജം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ്. ജനുവരി 18, 2026 ഒരു ഞായറാഴ്ചയാണ് ആ വർഷത്തെ ആദ്യത്തെ അമാവാസി വരുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന 4 കാര്യങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ, ഈ 4 കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 ഉത്കണ്ഠകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത്, ഒന്ന് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, പിന്നെ വർത്തമാനകാലത്ത് നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ, ശരി, പിന്നെ മൂന്നാമത്തേത് ഭൂതകാലത്തിൽ നിന്നും നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ചില ഭാരങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് ഇതൊന്ന് നോക്കിയാലും. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരി, ആദ്യത്തെ കർമ്മം സൂര്യദേവന് ജലമർപ്പിക്കുന്നതാണ്. ഒരു ചെമ്പു പാത്രത്തിൽ വെള്ളമെടുക്കാൻ പറയുന്നു. അതിൽ അല്പം സിന്ദൂരവും പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കാൻ. വളരെ ലളിതമായ കാര്യങ്ങൾ. അതെ, ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാനാണ് നിർദ്ദേശം. പക്ഷേ എങ്ങനെ പറയണം എന്നതിലാണ് കാര്യം. ആഗ്രഹങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ പറയണം. അതായത് പ്രസന്റ് ടെൻസിൽ. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടണം എന്നല്ല, അല്ലേ, എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു, ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന മട്ടിൽ. ഇത് കേൾക്കുമ്പോൾ അഫർമേഷൻ, വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന ആശയങ്ങളോട് ഒരു സാമ്യം തോന്നുന്നുണ്ടല്ലോ. ഇതിന് തീർച്ചയായും ഒരു തരം റിച്വലിസ്റ്റിക് അഫർമേഷൻ എന്ന് തന്നെ പറയാം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇതിനകം നേടിയതായി സങ്കല്പിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും എന്നാണ് സൈക്കോളജി പറയുന്നത്. ഇത് നമ്മുടെ ചിന്താരീതികളെ മാറ്റുന്നു, അവസരങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കുന്നു. അതിനുശേഷം ഗായത്രി മന്ത്രം ചൊല്ലാനും പറയുന്നുണ്ടല്ലേ. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് സൂര്യനെ നേരിട്ട് കാണാൻ പറ്റിയില്ലെന്നിരിക്കും, ശരിയാണ്. അങ്ങനെയുള്ളവർക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിത് ചെയ്യാമെന്ന് പറയുന്നു. വെള്ളം കാലിൽ വീഴാതിരിക്കാൻ താഴെ ഒരു പാത്രം വെച്ച് അത് പിന്നീട് ചെടികൾ കൊഴിക്കാമെന്നും പറയുന്നു. തീർച്ചയായും കർക്കശമായ നിയമങ്ങളെക്കാൾ പ്രധാനം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പിന്നിലെ ആ ഒരു സമർപ്പണവും ശ്രദ്ധയുമാണ് എന്ന സന്ദേശമാണ് അത് നൽകുന്നത്. ഞായറാഴ്ച വരുന്ന അമാവാസിക്ക് സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു കർമ്മം ചെയ്യുന്നത് ആ ദിവസത്തിന്റെ ഊർജത്തെ നമ്മുടെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു മാർഗമായാണ് ഇവിടെ കാണുന്നത്. ഇനി രണ്ടാമത്തേത് വർത്തമാനകാലത്തെ തടസ്സങ്ങൾ. ഇവിടെയാണ് പിതൃദോഷം എന്നൊരാശയം വരുന്നത്. അതെ, ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം തടസ്സങ്ങൾ വരുമ്പോൾ അതിനൊരു ആത്മീയമായ കാരണം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണിത്. എന്തൊക്കെയാണ് ലക്ഷണങ്ങളായി പറയുന്നത്? വിവാഹം നടക്കാതിരിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, പിന്നെ കുടുംബത്തിൽ എപ്പോഴും വഴക്കുകളും കോടതി കേസുകളും. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ സാധാരണ കാണുന്നതാണല്ലോ. എന്താണ് പരിഹാരം? പരിഹാരം വളരെ ലളിതമാണ്. കുറച്ച് ഉണക്കലരി, അതായത് പൊടിയാത്ത അരിമണികൾ, അക്ഷതം എന്ന് പറയും. അക്ഷതം അതെടുത്ത് ഒരു ശിവലിംഗത്തിൽ സമർപ്പിക്കുക. അരി, പ്രത്യേകിച്ചും അക്ഷതം, പൂർണ്ണതയുടെയും സമൃദ്ധിയുടെയും ഒരു പ്രതീകമായാണ് കണക്കാക്കുന്നത്. ശിവനാണെങ്കിൽ ലയത്തിന്റെ ദേവനാണ്, എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കി പൂർണ്ണത നൽകണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഇതിന് പിന്നിൽ. ഇത് ചെയ്യേണ്ട സമയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? രാവിലെ 12 മണിക്ക് മുൻപ് ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പറയുന്നു. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്കോ അവർക്ക് വീട്ടിലെ ശിവലിംഗത്തിൽ ഇത് ചെയ്യാം. പിന്നീട് ആ അരി പക്ഷികൾക്ക് കൊടുക്കാം. അപ്പോൾ അതൊരു ജീവകാരുണ്യ പ്രവൃത്തിയായി മാറുന്നു. അതെ, പക്ഷേ ഇതിൽ എനിക്ക് കൂടുതൽ കൗതുകം തോന്നിയ ഒരു കാര്യമുണ്ട്. പ്രശ്നങ്ങൾ വളരെ വലുതാണെങ്കിൽ അമാവാസി ദിവസം തുടങ്ങി തുടർച്ചയായി 11 ദിവസം ഇത് ചെയ്യാൻ പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ ആവർത്തനം ഒരു ശീലമുണ്ടാക്കും. ശരിയാണ്, ഒരു പ്രശ്നത്തിൽ നിന്ന് മോചനം നേടാൻ എല്ലാ ദിവസവും ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു മാനസികമായ കരുത്തും പ്രത്യാശയും നൽകാൻ സഹായിച്ചേക്കാം. ഒരു ദിവസം കൊണ്ട് മാറാത്ത പ്രശ്നങ്ങൾക്ക് തുടർച്ചയായ ശ്രദ്ധ വേണമെന്ന് ഒരു സന്ദേശം. ഇനി അടുത്ത 2 കർമ്മങ്ങളിലേക്ക് പോകാം. അവ ഇതിലും ലളിതമാണ്. ആദ്യത്തേത് ശർക്കരയുമായി ബന്ധപ്പെട്ടതാണ്. അമാവാസി ഞായറാഴ്ച വരുന്നതുകൊണ്ട് സൂര്യന്റെ പ്രീതിക്കായി ഒരു കഷ്ണം ശർക്കര എടുത്ത് ആഗ്രഹം മനസ്സിൽ പറഞ്ഞ് ഒരു പശുവിന് കൊടുക്കാൻ പറയുന്നു. ഇപ്പോൾ നഗരത്തിലൊക്കെ താമസിക്കുന്ന ഒരാൾക്ക് പശുവിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും അതുകൊണ്ട് പശുവിനെ കിട്ടിയില്ലെങ്കിൽ ആ ശർക്കര കഷ്ണം ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ വെച്ചാൽ മതിയെന്നും പറയുന്നു. പശുവിനെ പ്രകൃതിയുടെ ഒരു പ്രതീകമായി കാണുകയാണെങ്കിൽ മരവും പ്രകൃതിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ഇവിടെയും ചെയ്യുന്ന പ്രവൃത്തിക്ക് പിന്നിലെ ഉദ്ദേശശുദ്ധിക്കാണ് പ്രാധാന്യം. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ കർമ്മം. ഇത് പിതൃക്കൾക്കായി ഒരു വിളക്ക് തെളിയിക്കുന്നതാണ്. പക്ഷെ സാധാരണ പൂജാമുറിയിൽ തെളിയിക്കുന്ന വിളക്കല്ല.
കടുകെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിച്ച് അതിലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കുറച്ച് അരിമണികളും ഇട്ടാണ് ഈ വിളക്ക് തെളിയിക്കേണ്ടത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതാണ്. അതെന്താണ്? മറ്റു 3 കർമ്മങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതാണ്. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളൊന്നും പറയാൻ പാടില്ല. എനിക്ക് ജോലി കിട്ടണം, എൻ്റെ കടം മാറണം തുടങ്ങിയ പ്രാർത്ഥനകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. മറ്റുള്ളവയെല്ലാം എനിക്ക് വേണ്ടി, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് പൂർവികർക്ക് വേണ്ടി ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നു. ഇതൊരു ബാലൻസിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ബാലൻസിങ്ങോ? അതെ. ആദ്യത്തെ കർമ്മങ്ങൾ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താനും വർത്തമാനത്തെ നേരെയാക്കാനും സഹായിക്കുമ്പോൾ നാലാമത്തേത് നമ്മുടെ ഭൂതകാലത്തെ, നമ്മുടെ വേരുകളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനുമാണ്. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നതിന് കാരണം നമ്മുടെ പൂർവികരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അവരോട് നന്ദി പറയാനും അവരിൽ നിന്നോ നമ്മളിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കാനും അവരുടെ അനുഗ്രഹം തേടാനും മാത്രമുള്ള ഒരു നിമിഷം. ഇത് ആഗ്രഹങ്ങൾ നേടുന്നതിനപ്പുറം ഒരു തരം ആത്മീയമായ കടമ നിർവഹിക്കലാണ്. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് പ്രധാനം. കർമ്മം കഴിഞ്ഞ ശേഷം അത് ഒരു മരച്ചുവട്ടിലോ വെള്ളത്തിലോ സമർപ്പിക്കാമെന്നും പറയുന്നുണ്ട്. ശർക്കരയും അരിയും എണ്ണയും ചേർന്ന ആ വിളക്ക് പിതൃക്കൾക്കുള്ള ഒരു നൈവേദ്യം പോലെയാണ്, ഒരു ബഹുമാനത്തിന്റെ സമർപ്പണം. അപ്പോൾ ഈ 4 കർമ്മങ്ങളെയും ഒരുമിച്ച് നോക്കിയാൽ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് സൂര്യന്റെ ഊർജം, വർത്തമാനത്തിലെ തടസ്സങ്ങൾക്ക് ശിവന്റെ അനുഗ്രഹം, ഒപ്പം ഭൂതകാലത്തിലെ നമ്മുടെ പൂർവികർക്ക് ബഹുമാനവും സമർപ്പണവും. അതെ, വെള്ളം, അരി, ശർക്കര തുടങ്ങിയ വളരെ ലളിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ വിശ്വാസത്തിലും ഉദ്ദേശശുദ്ധിയിലും ഊന്നൽ നൽകുന്നതാണ് ഈ കർമ്മങ്ങളെല്ലാം. വ്യക്തിപരമായ അഭിവൃദ്ധിയെയും ആത്മീയമായ പാരമ്പര്യങ്ങളെയും ഇത് വളരെ ഭംഗിയായി ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്നു. ഒന്ന് ഭാവിക്കും മറ്റൊന്ന് ഭൂതകാലത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. ഇവ രണ്ടും ശരിയാകുമ്പോഴാണ് വർത്തമാനകാലം മെച്ചപ്പെടുന്നത് എന്നൊരു സന്ദേശം കൂടി ഇതിലുണ്ട്. ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇവയെല്ലാം സാത്വികമായ കർമ്മങ്ങളാണ് എന്ന്. അതെ, അതായത് ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും അതുകൊണ്ട് ദോഷമൊന്നും വരില്ല എന്നൊരു ഉറപ്പാണ് തരുന്നത്. അത് ഒരുപക്ഷെ പലർക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള ധൈര്യം നൽകിയേക്കാം. അതെ, ആ ഒരു ഭയം ഒഴിവാകുമല്ലോ. നിങ്ങളുടെ ആത്മീയ വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും വ്യക്തമായ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് അതിനായി ഒരു ചെറിയ ശ്രദ്ധയോടെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നോക്കി നിങ്ങളുടെ ആഗ്രഹം പറയുന്നതായാലും അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഒരു മെഴുകുതിരി കത്തിക്കുന്നതായാലും അത് പൂർണ്ണ വിശ്വാസത്തോടെ പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്താൽ 100% അതിന് ഫലം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും കൊണ്ടുവരുന്നതിനായുള്ള വളരെ ലളിതമായ പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിലെ ആദ്യത്തെ അമാവാസി ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ അവ മറക്കാതെ തന്നെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി, നമസ്കാരം.